ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ RRB NTPC 2025 ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ട് ആണ് ഏതൊക്കെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ആണ് കയ്യിൽ കരുതേണ്ടതെന്നുള്ളത് അല്ലേ. അപ്പൊ ഡോക്യുമെന്റ്സിന്റെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഡോക്യുമെന്റ്സിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വേണ്ടതെന്ന്. ഫസ്റ്റ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ലൈവായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് ഒക്ടോബർ 20-നാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് ഒക്ടോബർ 21-നാണ്. നവംബർ 20 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് rrbapply.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. അപ്പൊ ഫീ പേയ്മെന്റിന്റെ കാര്യം എല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡോക്യുമെന്റ്സിന്റെ കാര്യം അല്ലെ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ബിഫോർ യു സ്റ്റാർട്ട് പ്രീ ആപ്ലിക്കേഷൻ ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ആധാർ വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കി കളയുക. കാരണം NTPC പോട്ടെ ഏതൊരു റെയിൽവേ എക്സാമിനേഷൻ ആയാലും ആധാർ വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ വെരിഫൈ ചെയ്യാത്തവരാണ്, ഇതുവരെയും സബ്മിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കുക. Ensure your Aadhaar details, name, date of birth, match your class 10 certificate. 10th class സർട്ടിഫിക്കറ്റിന്റെ അതേ കോപ്പിയിൽ തന്നെ ആധാർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം 10th class സർട്ടിഫിക്കറ്റിലെ ചേഞ്ചസ് ഒന്നും നമുക്ക് ഇനി വരുത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന പോലെ ആധാറാണ്. ആധാർ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി ചേഞ്ച് ചെയ്യാം. അപ്പൊ അത് ശ്രദ്ധിക്കുക. 10th class സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേര്, ഇനിഷ്യല്, അച്ഛന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആധാറും ആക്കാൻ ശ്രമിക്കുക. കാരണം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയമൊക്കെ വരുമ്പോൾ എപ്പോഴും അവർ ശ്രദ്ധിക്കുന്നത് 10th classലെ സർട്ടിഫിക്കറ്റ് ആണ്. അതുമായിട്ട് മാച്ചബിൾ ആണോ നിങ്ങളുടെ ആധാർ, മാച്ചബിൾ ആണോ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എന്ന് മാത്രമേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ ഈ പറയുന്ന വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുക. 10th class സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങളുടെ ആധാർ വെരിഫൈ ചെയ്ത് നോക്കുക. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി അടുത്ത് ഫോട്ടോയും ബയോമെട്രിക് ഡേറ്റയും ഒക്കെ ആധാറിൽ സബ്മിറ്റ് ചെയ്യുക. ചെയ്യാത്തവരാണെങ്കിൽ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ, അതിൽ കയറി എത്രയും പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഫാസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡിജി ലോക്കർ. അതിൽ കയറി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താനുള്ളവർ എത്രയും പെട്ടെന്ന് ആധാറിൽ ചേഞ്ചസ് വരുത്തി തന്നെ ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്ത മാച്ചിങ് റിക്വയർമെന്റ് ആയിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റ് അത്യാവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാച്ച് ആയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം DVയിൽ അത്രയും ക്രൂഷ്യൽ ആയിട്ട് അവർ ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് 10th classലെ സർട്ടിഫിക്കറ്റും ആധാറും എല്ലാം. അപ്പൊ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കി ക്ലിയർ ആക്കി വെച്ചേക്കുക. ഇല്ലെങ്കിൽ പിന്നെ DVയുടെ സമയത്ത് ഓടാനേ നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കരുതണം, അഫിഡവിറ്റ് കയ്യിൽ കരുതേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് പോവാതെ ഇപ്പൊ തന്നെ ചേഞ്ചസ് വരുത്താനുള്ളത് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇപ്പോഴേ കയ്യിൽ കരുതുക. ഇവിടെ പറയുന്നുണ്ട് ഇഫ് there is a mismatch get a name change affidavit ready. ഒരു അഫിഡവിറ്റ് റെഡി ആക്കി വെക്കുക. അറിയാലോ അഫിഡവിറ്റിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു വക്കീലിനെ കണ്ടിട്ട് നോട്ടീസ് ആക്കി എടുക്കുക. നമുക്ക് സീലൊക്കെ എടുത്ത് വാങ്ങിക്കുക. 750 രൂപ, 1000 രൂപ, അത് ഓരോ അഫിഡവിറ്റ് തയ്യാറാക്കുമ്പോഴും ഇങ്ങനെ ഓരോ പൈസ ആയിട്ട് കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ചസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു കാര്യം കൃത്യമായിരിക്കണം. നിങ്ങളെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചെക്ക് ചെയ്യും. എങ്ങനെയെങ്കിലും നിങ്ങൾ റിജക്ട് ചെയ്താൽ മാത്രം മതി എന്നായിരിക്കും അവരുടെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതും ഈ എക്സാം ക്വാളിഫൈ ആവുന്നതും. അപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ഔട്ടാക്കിയാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുക. റെയിൽവേ ആണ്, റെയിൽവേയുടെ ഈ പറയുന്ന സ്ക്രൂട്ടിനി പ്രോസസ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആ സ്ട്രിക്ട്നെസ് നിങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ അതുകൊണ്ട് ക്ലിയർ കട്ട് ആയിട്ടുള്ള നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഇപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫിഡവിറ്റ് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതെങ്കിലും എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വേണ്ടെന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിനു മുന്നേ തന്നെ ഈ പറയുന്ന NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ നേടിയെടുക്കണം എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു എയിം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് പഠിച്ച് എങ്ങനെയെങ്കിലും ക്വാളിഫൈ ആവണം. ഓരോ വർഷവും ഇങ്ങനെ എക്സാം വിളിക്കുമ്പോൾ നമ്മുടെ വയസ്സും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം കോമ്പറ്റീഷൻ അത്ര അധികമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ ട്രയലിൽ തന്നെ നിങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ ആദ്യം ഒരു ഈ പറയുന്ന പോലെ ഒരു ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്വാളിഫൈ ആവാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യം. നിങ്ങൾക്ക് അറിയാം Tier 2 പ്രോസസ് ഉണ്ട്, അത് കഴിഞ്ഞ് മെഡിക്കല്, ഈ പറയുന്ന പോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പഠനം കാഴ്ചവെച്ചേ പറ്റുള്ളൂ. അപ്പൊ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ പെർഫെക്റ്റ്
ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദിശ അക്കാഡമിയുടെ RRB NTPC ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ പുതിയ കോഴ്സ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ന്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എക്സ്ക്ലൂസീവ്ലി ഫോർ NTPC. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. GK സെഷൻസ് ആയാലും മാത്സ് ആയാലും റീസണിങ് ആയാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസോടെ നമ്മളിൽ വിശ്വാസം അർപ്പിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കൂടെ നിൽക്കാവുന്നതാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങിയ ഏറ്റവും ഫസ്റ്റ് തന്നെ നിങ്ങൾക്കും ജോലി നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ആധാർ കാർഡ് മസ്റ്റ് ആണ്. ആധാർ കാർഡ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യുക, കയ്യിൽ കരുതിക്കോളുക. ആധാർ ആണ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ. ഇപ്പൊ എന്തൊരു പ്രോസസ്സിനായാലും ആധാർ അത്യാവശ്യമാണ്. അത് കൃത്യമാക്കി വെക്കുക. അപ്പൊ 12 ഡിജിറ്റ് ആയിട്ടുള്ള ഒരു ആധാർ നമ്പർ ഉണ്ടായിരിക്കണം. നെയിം നോക്കുക, നെയിം ശ്രദ്ധിക്കുക, 10ാം ക്ലാസ്സുമായിട്ട് റിലേറ്റബിൾ ആണോ നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തുമായിട്ട് കമ്പയർ ചെയ്യണം, 10th കമ്പയർ ചെയ്ത് വേണം ആധാർ സെറ്റ് ചെയ്ത് വെക്കാൻ. ഓക്കെ, ഇത് രണ്ടും മിസ്മാച്ച്ഡ് ആണെങ്കിൽ നിങ്ങൾ ഒരു അഫിഡവിറ്റ് എടുക്കാൻ റെഡി ആയിരുന്നുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പൊ അഡ്രസ് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആധാർ വഴിയാണ്. അതുകൊണ്ട് അത് ക്രൂഷ്യൽ ആയിട്ട് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആധാർ വെരിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും വേണം, ആധാർ സബ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ലോഗിൻ ചെയ്യാനായാൽ പോലും ആധാർ വേണം. ഇപ്പോൾ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന ആധാർ വഴിയാണ്. അപ്പൊ ഡിജി ലോക്കർ ഉപയോഗിച്ച് നിങ്ങൾ ക്വിക്ക് വെരിഫിക്കേഷൻ ചെയ്യുക. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ IDs അണ്ടർഗോ സ്ട്രിക്റ്റർ സ്ക്രൂട്ടിനി. അതുകൊണ്ടാണ് കേട്ടോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാറാണ് ഇപ്പൊ ഈ പറയുന്ന വൈഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ പല സർട്ടിഫിക്കറ്റ്സും ഉണ്ട് അല്ലെ, നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും പാൻ കാർഡ് പോലെയുള്ള പലതും ഉണ്ട്. അപ്പൊ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടും സ്ക്രൂട്ടിനിയിലേക്ക് അത് പോകും. വെറുതെ ഒരുപാട് ക്രോസ് ചെക്കിങ്ങിന് വേണ്ടി പോകും. അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആധാറാണ്. അത് കീപ്പ് അപ്പ് ചെയ്യുക. ഇനി അടുത്ത എൻഷുർ ആധാർ ഡീറ്റെയിൽസ് മാച്ച് 10th സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞ പോലെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റുമായിട്ട് മാച്ചബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തോണം. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. അത് കഴിഞ്ഞ് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ റെയിൽവേയിലേക്ക് വെബ്സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തപ്പോഴേ ചെയ്ത് കാണും. അത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് എവിടെയെങ്കിലും ഫീഡ് ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസരം ആയി പോകും. അതുകൊണ്ട് റിക്വയർമെന്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു 10 ഡിജിറ്റ് ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഇമെയിൽ അഡ്രസ്സും നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. പാസ്വേഡ് ഉൾപ്പെടെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവരകത്ത് എഴുതി വെക്കുക. ഇതെല്ലാത്തിനും ആവശ്യമാണ്. നിങ്ങളെ മെയിലിലേക്കായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ കാര്യങ്ങളും മറ്റെന്തെങ്കിലും പ്രോസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ ഏതൊരു പ്രോസസ്സിലേക്ക് സെലക്ട് ചെയ്താലും DVയുടെ കാര്യങ്ങളായാലും മെഡിക്കലിന്റെ കാര്യമായാലും എല്ലാം വരുന്നത് ആ ഒരു ഇമെയിലിലേക്കായിരിക്കും. അതുകൊണ്ട് അത് ഭയങ്കരമായിട്ടും ശ്രദ്ധിച്ചോളുക. പിന്നെ മൊബൈൽ നമ്പറിന്റെ കാര്യം നിങ്ങൾ ക്രൂഷ്യലായിട്ട് തന്നെ നോക്കിക്കോളുക. അപ്പൊ വൈ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാം അപ്ഡേറ്റ്സും വരുന്നത് ഒന്ന് ഈ നമ്പറിലേക്കുള്ള SMS മെസ്സേജ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ മെയിൽ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡിന്റെ ലിങ്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കാം. അതുപോലെ ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ അനൗൺസ്മെന്റ് വരുന്നത്. പിന്നെ എന്താണ്, പിന്നെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കുറെ കഴിഞ്ഞ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളടുത്ത് ചോദിക്കും നമ്പർ ഉണ്ടെങ്കിൽ ജനറേറ്റ് OTP ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന ഇമെയിൽ വെരിഫിക്കേഷൻ ഒക്കെ ചോദിക്കുന്ന സമയമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നമ്പറും ഇമെയിലും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഓക്കെ അല്ലേ? അപ്പൊ അത് രണ്ടും ശ്രദ്ധിക്കുക, ആധാർ, മൊബൈൽ നമ്പർ, ഇമെയിൽ. ഇനി വേണ്ടത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. എല്ലാവരും സബ്മിറ്റ് ചെയ്യേണ്ട അഡീഷണൽ ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എന്ത് തന്നെയാണ് ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത്? 10th സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് മാത്രമേ എപ്പോഴും ചോദിക്കാറുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും ലൈഫ് ലോങ് വാലിഡിറ്റി പോലെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ നമ്മുടെ ഈ പറയുന്ന പോലെ പേരും അഡ്രസ്സും എല്ലാം അതിൽ കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് അത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതേണ്ടത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യുന്നത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ്. നെയിമിന്റെ ഷുഡ് മാച്ച് ആപ്ലിക്കേഷൻ. നിങ്ങൾ ആപ്ലിക്കേഷനിൽ എന്താണോ നെയിം ആയിട്ട് കൊടുത്തത് ആ നെയിം തന്നെ ആയിരിക്കണം ഏതിനകത്തും നിങ്ങളുടെ ഈ പറയുന്ന പോലെ SSLC സർട്ടിഫിക്കറ്റിനകത്ത് വേണ്ടത്. ഇനിയിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അഫിഡവിറ്റ് തയ്യാറാക്കി വെക്കുക കേട്ടോ. ഫ്രം റിക്കഗ്നൈസ്ഡ് ബോർഡ് ആയിരിക്കണം. സ്റ്റേറ്റ് ആണോ CBSE ആണോ ഏതായാലും റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ നിന്ന് പാസ്സായവരായിരിക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ ഇന്ന് പറയുന്നത് NTPCയുടെ ഡിഗ്രി ലെവലിന്റെ കാര്യമാണ് അല്ലെ. ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാജുവേറ്റ് ലെവൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നായിരിക്കണം. ഈവൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയാലും അത് റിക്കഗ്നൈസ്ഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് മിനിമം എലിജിബിലിറ്റി ഫോർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ
അതായത് എലിജിബിലിറ്റി അറിയാമല്ലോ, നിങ്ങൾക്ക് ഇത്ര ശതമാനം പാസ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് ആ ഒരു ബാർ നിങ്ങൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആപ്ലിക്കബിൾ അല്ല, അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇത് ഡിഗ്രി പാസ്സായി കഴിഞ്ഞ സ്റ്റുഡൻസിനുള്ളതാണ്. ഈ ഡിഗ്രി പാസ്സാവാത്തവർക്ക് എന്തേ എഴുതാൻ പറ്റുള്ളൂ? അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കയ്യിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും കിട്ടിയവർ മാത്രമേ ഏതിലേക്ക് അപ്ലൈ ചെയ്യാവൂ? ഈ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനിലേക്ക് അപ്ലൈ ചെയ്യാവൂ. മസ്റ്റ് ഹാവ് ഡിഗ്രി ബിഫോർ November 20, 2025. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് November 20 എന്ന് പറയുന്നത്. അതിന് മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിൽ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റിന്റെ ഡെഡ് ലൈൻ അല്ലെങ്കിൽ അവര് ലാസ്റ്റ് ടാർഗറ്റ് ലൈൻ എന്ന് പറയുന്നത് November 20 ആണ്. അതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ എന്തുകൊണ്ടായിരിക്കണം? ഈ ഡിഗ്രി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ശ്രദ്ധിച്ചോളൂ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായിരിക്കണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടാവണം എന്ന് പറയുന്നത് അതിന്റെ ഇയർ ഓഫ് പാസിംഗ് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ ചിലപ്പോൾ ചോദിക്കും. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ള ഒരു കാര്യം ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അത് ഫില്ല് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ ഡോക്യുമെന്റ് കരുതണം. ഇപ്പൊ ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, പക്ഷെ കയ്യിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ DV സമയത്ത്, ഇപ്പോഴല്ല ഇതിന്റെ ഈ ഒരു ഇത് മനസ്സിലാക്കണം. നിങ്ങൾ DVയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ പല കാരണത്താലും അവോയ്ഡ് ചെയ്യാൻ അവർ ശ്രമിക്കും. അപ്പൊ അത് നിങ്ങൾ മാക്സിമം അത് മനസ്സിലാക്കിക്കോളും. ഇനി അടുത്ത ഫോട്ടോഗ്രാഫ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറിന്റെ കാര്യം. പലർക്കും ഈ പറയുന്ന NTPC പോലെയുള്ള എക്സാംസുകൾ എഴുതാൻ പറ്റാതെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതിന്റെ മെയിൻ കാരണം ഈ പറയുന്ന സൈനിലും ഫോട്ടോയിലും വരുന്ന മിസ്റ്റേക്സുകളാണ്. അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ലൈവ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അവർ പറയുന്ന സൈസ് അനുസരിച്ച് തന്നെ എടുത്തു കൊടുക്കുക. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മാക്സിമം നന്നായിട്ട് ഫോളോ ചെയ്ത് തന്നെ ചെയ്യുക. ഒന്നി നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്നെങ്കിൽ അത്രയും ക്ലിയർ നോട്ടായിട്ട് ഈ പറയുന്ന ഗൈഡ് ലൈൻസ് വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിയർ ബൈ കഫയിലോ എവിടെയെങ്കിലും പോയി ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. കാരണം അവർ പറയുന്ന ഗൈഡ് ലൈൻ ഉണ്ട്. റിസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത് അല്ലെ? ഈ പറയുന്ന ഫോട്ടോഗ്രാഫ് ലൈവായിട്ടാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് ഫോട്ടോഗ്രാഫിന്റെ കാര്യമല്ല പറയുന്നത്. ലൈവായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഡാർക്ക് കളറിലുള്ളതായിരിക്കണം. മുടി, കണ്ണാടി ഇതൊന്നും വന്ന് ഫ്രണ്ടിൽ കിടക്കാൻ പാടില്ല. ഫേസ് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ഐബ്രോ ലെവൽ തൊട്ടുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഫേസ് കാണുന്ന രീതിയിലായിരിക്കണം. അപ്പൊ അതിന്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ വേറെ ഒന്നും നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള വേറെ ഒരു കാര്യവും വരാൻ പാടില്ല. സിഗ്നേച്ചറിന്റെ കാര്യമായാലും ആ സൈസിന്റെ ഡീറ്റെയിൽസ് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഇങ്ക് ഒള്ളി എന്ന് അവരുടെ ഈ പറയുന്ന പേജിൽ ബ്ലാക്ക് ഇങ്ക് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ബ്ലാക്ക് ഇങ്ക് ഇപ്പൊ ഇതുവരെയും സിഗ്നേച്ചർ കൊടുക്കാത്തവരാണെങ്കിൽ ബ്ലാക്ക് ഇങ്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ സ്കാൻഡ് സിഗ്നേച്ചർ ഇമേജ് ആണ് ചോദിക്കുന്നത്. മറ്റത് ലൈവ് ഫോട്ടോ ആണ്. ഫോട്ടോ എപ്പോഴും ലൈവ് ആയിട്ടുള്ളതാണ് അവരിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സിഗ്നേച്ചർ ആണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ കൊടുക്കുക? ഈ പറയുന്ന പോലെ PDF ആക്കി വെക്കുക. ഈ ഒരു സൈസിൽ ആ ഒരു ഫോർമാറ്റിൽ ആക്കി വെക്കുക. അപ്പൊ അതെന്ത് ചെയ്യുക? കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റണ്ണിങ് ലെറ്ററിലായിരിക്കണം ഈ പറയുന്ന ഒപ്പ് വരേണ്ടത്. റണ്ണിങ് ലെറ്ററിൽ ബ്ലോക്ക് ലെറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആവാൻ പാടില്ല. വൈറ്റ് പേപ്പറിൽ തന്നെ ബ്ലാക്ക് പെന്നിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചർ മസ്റ്റ് ബി കൺസിസ്റ്റന്റ് ത്രൂ ഔട്ട് റിക്രൂട്ട്മെന്റ്. ഈ റിക്രൂട്ട്മെന്റ് മൊത്തവും നിങ്ങൾ ഇടുന്ന ഒപ്പ് ശരിയായിരിക്കണം. അതായത് സെയിം ആയിരിക്കണം, സിമിലർ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം. ഇതിലൊരു ഇങ്ങനെ ഒരു ഇതിപ്പോ സ്ഥലം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഒപ്പിട്ട് വെച്ചിട്ട് അവിടെ പോയിട്ട് എന്റെ ഒപ്പ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എങ്ങനെയാണോ ഒപ്പിട്ട് കൊടുക്കുന്നത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒപ്പായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. മിസ്മാച്ച് ഉണ്ടാവാൻ പാടില്ല, ഡിസ്ക്വാളിഫൈ ആവും, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ സിഗ്നേച്ചറിന്റെ കാര്യമാണ് പറഞ്ഞത്, ഫോട്ടോയും സിഗ്നേച്ചർ. ഇനി ഫോട്ടോ ID പ്രൂഫിന്റെ കാര്യമാണ്. അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ ID പ്രൂഫുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ പറഞ്ഞു. ആധാറാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. കാരണം ആധാറിലാണ് എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ്ലി ഉള്ളത്. ഇനിയല്ല ഒരുപാട് ഇപ്പം ആധാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കാണിക്കാം? പാൻ കാർഡ് വേണമെങ്കിൽ കാണിക്കാം, വോട്ടർ ID കാണിക്കാം, പാസ്പോർട്ട് കാണിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കാം, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് യൂണിവേഴ്സിറ്റി ഫോട്ടോ കാണിക്കാം, എംപ്ലോയർ ID എന്തൊക്കെ കാണിക്കാം. മാക്സിമം നല്ലതെന്ന് പറയുന്നത് ആധാറാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പാന്, വോട്ടർ ID, പാസ്പോർട്ട് ഒക്കെ കാണിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അത് ചിലപ്പോൾ കുറച്ചും കൂടെ അധികം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കും. അതിനേക്കാളും നല്ലത് ആധാർ തന്നെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ആധാർ തീരെ എന്തെങ്കിലും നെഗറ്റീവ്സോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക. ഇനി അത് കാറ്റഗറി ബേസ്ഡ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയും. അഡീഷണൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ
SC ST സർട്ടിഫിക്കറ്റ് നമുക്കറിയാലോ, കാറ്റഗറി ബേസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും റിസർവേഷൻ വേണമെന്നുണ്ടെങ്കിൽ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡോക്യുമെന്റ് നമ്പർ ഒക്കെ കൃത്യമായിട്ട് വെക്കുന്നവർക്ക് മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള എന്ത് കിട്ടുകയുള്ളൂ, ഈ പറയുന്ന റിസർവേഷൻ കിട്ടുകയുള്ളൂ. ഏജിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ ഉണ്ട്, അതുപോലെ നമ്മുടെ മാർക്കിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ വരുന്നുണ്ട്, ഫീസിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുന്നത് RRBയിൽ തന്നെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അനക്സർ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും, പേജ് കൊടുക്കാറുണ്ട്. അനക്ഷറിൽ തന്നെ ഫസ്റ്റിൽ എന്താണ് SC ST സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെയും എടുക്കാത്തവരാണെങ്കിൽ ഈ പറയുന്ന വാലിഡിറ്റി നോക്കിക്കോണം. നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നതാണ് വാലിഡിറ്റി 1 year വാലിഡിറ്റി ആണ് പറയുന്നത്. പിന്നെ SC ST ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ടെങ്കിലും ഒരു 3 year ഗ്യാപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം എടുക്കാനായിട്ട് നോക്കുക. എന്തായാലും വെറുതെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. നോക്കുക നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ കയ്യിൽ കരുതുക. OBCക്ക് 1 year വാലിഡിറ്റി ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് 1 year വാലിഡിറ്റി ആയിരിക്കണം. അതായത് 20 നവംബർ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റ്. ഈ ഒരു സമയത്തിന് മുന്നേ ഉള്ള വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട. ഓൺലൈൻ ആയിട്ടോ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് തഹസിൽദാറിന്റെ അടുത്ത് പോയോ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റ്സ് എടുത്ത് വെക്കാം. അതിന്റെ കോപ്പി അല്ലെങ്കിൽ ഫോർമാറ്റ് കിട്ടണമെങ്കിൽ അനക്സർ 1 SC ST ഉണ്ട്, അനക്സർ 2 എന്തുണ്ട്, OBC ഉണ്ട്, ഇതുപോലെ EWS ഉണ്ട്, നമ്മുടെ PWD കാൻഡിഡേറ്റ്സിന്റെ ഉണ്ട്, സർവീസ്മാന്റെ ഉണ്ട്. ഇതെല്ലാം അനക്സറിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് കോപ്പി എടുത്തിട്ട് അതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ പോയി തഹസിൽദാറിന്റെ ഒക്കെ ഒപ്പ് വാങ്ങിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രിസ്ക്രൈബ്ഡ് RRB ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം. മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഫോർമാറ്റ് സെൻട്രൽ പർപ്പസിനെന്നുള്ളത് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് സ്റ്റേറ്റ് പർപ്പസും ഉണ്ട് സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫോർമാറ്റുകളുണ്ട്. അപ്പൊ സെൻട്രൽ പർപ്പസിന്റെ ഫോർമാറ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് കോമ്പറ്റന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്തതായിരിക്കണം, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസർ ആയിരിക്കണം സൈൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ശ്രദ്ധിക്കുക. ഫോർമാറ്റ് സൈസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. 500 KB 50-100 KB ഈ പറയുന്ന റെക്കമെൻഡഡ് സൈസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള സ്കാൻഡ് കോപ്പി റിക്വയർഡ് ആയിരിക്കും, ലെജിറ്റബിൾ ആൻഡ് വാലിഡ് ആയിരിക്കണം. ഫോട്ടോഗ്രാഫ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് സർട്ടിഫിക്കറ്റിന്റെ അകത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. SC ST സർട്ടിഫിക്കറ്റ് ആയാലും OBC NCL, OBC ക്രീമി ലെയറും ഉണ്ട്, നോൺ ക്രീമി ലെയറും ഉണ്ട്. നോൺ ക്രീമി ലെയർ ആൾക്കാർക്കാണ് റിസർവേഷൻസ് ഉള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കയ്യിൽ കരുതുക കേട്ടോ. SC ST ആയാലും കയ്യിൽ കരുതുക. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ എടുത്ത് വെച്ചിരിക്കണം. ക്രിട്ടിക്കൽ വാലിഡിറ്റി റിക്വയർമെന്റ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ 1 year, 1 yearന്റെ ഗ്യാപ്പ്, അതായത് നവംബർ 20 മുന്നേ നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കണം. നോട്ട് ബി വാലിഡ്, ഇഷ്യൂഡ് ബിഫോർ ദിസ് ഡേറ്റ് വിൽ നോട്ട് ബി വാലിഡ്. അതായത് നവംബർ 20 കയ്യിൽ ആ ഒരു വാലിഡിറ്റി കാണിക്കണേ ആയിരിക്കണം. അതിന് മുന്നേ ഉള്ളത് ഒരു വാലിഡിറ്റി കാണിക്കത്തില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനുള്ളിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ലൈവ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് വാലിഡ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റഡ് അല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതിന്റെ ഫോർമാറ്റ് സൈസ് ഒക്കെ പറയുന്നത്. SC ST സർട്ടിഫിക്കറ്റ് ലൈഫ് ലോങ് വാലിഡിറ്റി ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ അത് തന്നെ അപ്ലൈ ചെയ്താലും മതി കേട്ടോ. OBCയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ EWSന്റെ കാറ്റഗറി ഡോക്യുമെന്റും ഉണ്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. അതിന്റെ ഫോർമാറ്റ് നിങ്ങൾ എടുത്ത് വെക്കുക. ഒഫീഷ്യൽ ഫോർമാറ്റ് RRB വെബ്സൈറ്റിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പിട്ട് വയ്ക്കുക, സർട്ടിഫൈ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ വാട്ട് യു നീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് അറിയാലോ, ഈ ജനറൽ കാൻഡിഡേറ്റ്സിൽ ഇത്ര വരുമാനത്തിൽ കുറവുള്ളവർക്കാണ് ഈ EWS എന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് മെയിൻ ആയിട്ട് നിങ്ങൾ കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന്റെ ഫില്ലിങ്സ്, അതിന്റെ ഡേറ്റ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. അതായത് കൃത്യമായിട്ട് സർട്ടിഫിക്കേഷൻ നമ്പർ ഒക്കെ ഇപ്പോഴേ കാണിക്കണം. ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഒക്കെ അവരുടെ അടുത്ത് ചോദിക്കും. അപ്പൊ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് വെച്ചേക്കണം കേട്ടോ. PWയുടെ കാറ്റഗറി ഡോക്യുമെന്റ്സ് ആയാലും അങ്ങനെ തന്നെ. അപ്പൊ ഈ DV സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചോദിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത സമയം 2025 ആയിരിക്കും. അപ്പൊ 2025 ഒരു സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾക്ക് വാലിഡ്, നിങ്ങളുടെ എക്സാം അപ്ലൈ ചെയ്യുന്ന ആ സമയത്തുള്ള വാലിഡ് സർട്ടിഫിക്കറ്റും വേണം. അതുപോലെ നിങ്ങൾ DV ആവുമ്പോൾ ചിലപ്പോൾ 2026 ആ ഒരു സമയത്തുള്ള ഈ പറയുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റും വേണം കൊണ്ടുപോകാൻ. രണ്ടും അവര് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ അതിന്റെ ഒരു മെന്റൽ പ്രിപ്പറേഷൻ നടത്തണം. 2 സർട്ടിഫിക്കറ്റ് എടുക്കണം. അല്ലാതെ വെറുതെ അയ്യോ ഇത് എടുത്തു കഴിഞ്ഞാൽ ചുമ്മാ എന്തിനു വേസ്റ്റ് ആയി പോകും, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇപ്പോഴത്തെ വാലിഡിറ്റി ഇപ്പം കാണിക്കണം, അപ്പോഴുള്ള വാലിഡിറ്റി അപ്പോഴും കാണിക്കണം. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. SC ST ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല.
ഞാൻ ഒബിസിയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ EWSന്റെ അതുപോലെ PWD കാറ്റഗറി ഡോക്യുമെന്റ്സ് ആയാലും നിങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉള്ളതാണ്, നിങ്ങൾ ഏത് കാസ്റ്റിലാണ് വരുന്നതെന്നും കൂടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് കാണിക്കണം. URനാണെങ്കിൽ 10 വർഷത്തിന്റെ ഇളവും, OBC NCLനാണെങ്കിൽ 13 വർഷവും, SC ST ആണെങ്കിൽ 15 വർഷത്തിന്റെ ഏജ് റിലാക്സേഷൻ ആണ് PWD കാൻഡിഡേറ്റ്സിന് വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കാണിക്കണം. എന്ത് ഡിസബിലിറ്റി ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ കാണിക്കണം. അതിന്റെ ഫോർമാറ്റ് നമ്മുടെ RRB സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ മെഡിക്കൽ അതോറിറ്റിയുമായിട്ട് അത് സൈൻ ചെയ്ത് വാങ്ങിച്ചാൽ മതി. അപ്പൊ അത് മെൻഷൻ ചെയ്തിരിക്കണം. എത്ര പെർസെന്റേജ് ആയിരിക്കണം നിങ്ങളുടെ ഡിസബിലിറ്റി. കാരണം അറിയാമല്ലോ, ഇത്ര പെർസെന്റേജ് കൂടുതലാണെങ്കിൽ മാത്രമേ നിങ്ങളെ PWD ആയിട്ട് കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി, ഏത് ഡിസബിലിറ്റി ഗ്രൂപ്പിലാണ് നിങ്ങൾ വരുന്നതെന്നും കൂടെ കാണിക്കണം. അപ്പൊ PWD കാൻഡിഡേറ്റ്സും അതിൻ്റെതായ ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെക്കുക. ഇതുപോലെ തന്നെയാണ് എക്സ് സർവീസ് മാൻ. അവർ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ജോലിയിൽ നിന്ന് ഇറങ്ങിയത്. ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, സർവീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇഷ്യൂ ചെയ്യുന്നത് ഈ പറയുന്ന കോമ്പറ്റന്റ് അതോറിറ്റി തന്നെ ആയിരിക്കണം. അതിന്റെ ഫോർമാറ്റ് സൈസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ പറയുന്ന ലെങ്ത് ഓഫ് സർവീസിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വരുന്നത് അല്ലേ. നിങ്ങൾ എത്ര വർഷം സർവീസ് ഇരുന്നിട്ടുണ്ട് അതിന്റെ ആ ഒരു ഡിറക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് പ്ലസ് അഡീഷണൽ ആസ് പെർ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ ഏത് കാസ്റ്റിലാണ് വരുന്നത്, ഇപ്പൊ UR ആണോ OBC ആണോ അനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും അതിന്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഈ പറയുന്ന നമ്മുടെ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനായാലും. അപ്പൊ അതും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കേട്ടോ, മിലിറ്ററിക്കാർക്ക്. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഫീസിന്റെ കാര്യത്തിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഡോക്യുമെന്റ്സ് കാണിക്കുന്നവരാണെങ്കിൽ, മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഡോക്യുമെന്റ്സും ഈ പറയുന്ന EBC കാറ്റഗറി ഡോക്യുമെന്റ്സും കാണിക്കുന്നവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ. മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഡോക്യുമെന്റ്സ്, മൈനോറിറ്റി ഡിക്ലറേഷൻ കാണിക്കുക. റിക്കഗ്നൈസ്ഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി മുസ്ലിം, ക്രിസ്ത്യൻസ്, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, പാഴ്സീസ് ആണ്. ഇത്രയാണ് നമ്മുടെ റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റി. അതിൽ ഏതെങ്കിലും പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഫിഡവിറ്റ് കാണിക്കേണ്ടി വരും. നിങ്ങൾ ഇത്ര ഇതിന് കുറവാണെങ്കിൽ ഇപ്പൊ സെൽഫ് ഡിക്ലറേഷൻ ആയിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഉണ്ടായിരിക്കണം. ഒരു നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ, ഇതാണ് അഫിഡവിറ്റിന്റെ ഒരു ഫോർമാറ്റ്. ഒരു നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് തെളിയിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അത് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു അഫിഡവിറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് അറിയാലോ, ഒരു വക്കീലിന്റെ അടുത്ത് പോയായിരിക്കും ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് എടുത്തിട്ട് വല്ല ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫിഡവിറ്റ് എടുക്കാൻ തന്നെ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ഒരു 750 1000 രൂപയോ ചിലവാകുമായിരിക്കാം. ഓക്കെ, ഇത്ര ആവുമായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇളവെന്ന് പറയുന്നത് ഒരു 250 രൂപയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും പൈസ മുടക്കുന്നത്. അപ്പൊ അത് വേണോ വേണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞ് ചെയ്യുക. അത് ഇത്രയും പൈസ ആവും ഒരു അഫിഡവിറ്റ് എടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇളവെന്ന് പറഞ്ഞാൽ ഒരു 250ന്റെ ഇളവാണ്. എന്തിനു ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ വേണമെങ്കിൽ അഫിഡവിറ്റ് എടുത്ത് വെക്കാം, തെറ്റൊന്നും അല്ല. വേറെ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉള്ള ഒരു അഫിഡവിറ്റ് എടുത്താലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഒരു കാര്യം, മൈനോറിറ്റി കാര്യം നിങ്ങൾ അറിഞ്ഞ് ചെയ്യുക. EBC കാറ്റഗറി ആയാലും എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കാണിച്ച് നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഫീ കൺസെഷൻ 250 രൂപയാണ് വരുന്നത്. അതായത് അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് കൂട്ടും 500 രൂപ നിങ്ങൾ അടക്കേണ്ടി വരും. 500 രൂപ അടക്കേണ്ടി വരും. ഇപ്പം EBC ആയിട്ട് നിങ്ങൾ കണക്കാക്കണമെങ്കിൽ നിങ്ങൾക്ക് 250 അടച്ചാൽ മതി, വിച്ച് ഈസ് റീഫണ്ടബിൾ ആണ്. ഇത് റീഫണ്ടബിൾ ആണ്. ഇതിൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, 250 രൂപ അടച്ചാൽ 250 നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. 500 രൂപ അടയ്ക്കണമെങ്കിൽ 400 രൂപ തിരിച്ചു കിട്ടും. ആ ഒരു രീതിക്കാണ്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിനാണ് 500 രൂപ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മൈനോറിറ്റി ആണെങ്കിൽ അതിന്റെ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കേട്ടോ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് പേയ്മെന്റ് ഡോക്യുമെന്റ്സ്, ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ആണ്. ജനറൽ OBC EWS ആണെങ്കിൽ 500 രൂപ, 400 രൂപ റീഫണ്ട്. അതുപോലെ പക്ഷെ എന്താണ് എപ്പോഴും ആലോചിക്കുക, റീഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമേ പൈസ തിരിച്ചു കിട്ടുള്ളൂ. അത് ഓർത്തോണം. അപ്പൊ നിങ്ങളിപ്പോ ഈ പറയുന്ന ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് പോവാതിരുന്ന നിങ്ങളുടെ ഈ പറയുന്ന 400 രൂപ വേസ്റ്റ് ആണ്. അത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സാം എഴുതുക കേട്ടോ. ഫസ്റ്റ് ടയർ എക്സാം എഴുതണം. SC/STയുടെ കാര്യമായാലും എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ പേയ്മെന്റ് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സിൽ ശ്രദ്ധിക്കാനുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്സുകൾ വരുത്തിയവരാണെങ്കിൽ അഫിഡവിറ്റ് എടുത്ത് വയ്ക്കുക, കയ്യിൽ തന്നെ കരുതിക്കോളൂ കേട്ടോ. അത് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ എന്താണോ മിസ്റ്റേക്ക് വന്നത് അത് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാറ്റി ഈ പറയുന്ന സ്റ്റാമ്പ് ഒക്കെ ഒട്ടിച്ച് ഒരു വക്കീലിനെ കണ്ടിട്ട് സൈൻ ചെയ്ത് എഴുതിപ്പിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് കയ്യിൽ കരുതേണ്ടത്. ഇതെല്ലാം ആവശ്യം വരുന്നത് ചിലപ്പോൾ ഇപ്പൊ തന്നെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അതിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സർട്ടിഫൈഡ് നമ്പർ എങ്കിലും ചോദിക്കും, അതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഇതിന്റെയൊക്കെ യൂസ് ഉള്ളൂ. ടെൻഷൻ ആവണ്ട. ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മാക്സിമം മിസ്റ്റേക്സുകൾ വരുത്താതിരിക്കുക. അപ്പോൾ സമയം കൊണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾ കയ്യിൽ കരുതി തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.